ശ്രീനന്ദയുടെ മരണത്തിൽ ദുരൂഹത ആരോപിക്കുകയാണ് കുടുംബം. ശ്രീനന്ദയെ തട്ടിക്കൊണ്ടുപോയി അപകടപ്പെടുത്തിയെന്നാണ് കുടുംബത്തിന്റെ സംശയം. ടിക്കറ്റ് കൗണ്ടറിന് സമീപത്ത് വെച്ചാണ് ശ്രീനന്ദയെ അവസാനമായി കണ്ടതെന്നും അവിടെയുള്ള ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെടുന്നു. മാണിക്യധാര വെള്ളച്ചാട്ടത്തിന്റെ വ്യൂ പോയിന്റിന് സമീപമുള്ള ടിക്കറ്റ് കൗണ്ടറിനരികിലാണ് ചൊവ്വാഴ്ച വൈകിട്ട് 5:26 ശ്രീനന്ദയെ അവസാനമായി കാണുന്നത്. 4 മിനിറ്റിനുള്ളിൽ കുട്ടിയെ കാണാതായെന്ന് തിരിച്ചറിഞ്ഞ് ബന്ധുക്കൾ പരിശോധന ആരംഭിച്ചു. പക്ഷേ കുട്ടിയെക്കുറിച്ച് വിവരം കിട്ടിയില്ല. എന്നാൽ ഇന്ന് മൃതദേഹം കണ്ടെത്തിയത് കുട്ടിയെ അവസാനമായി കണ്ട ടിക്കറ്റ് കൗണ്ടറിന് എതിർവശത്തെ മലയുടെ താഴ്വാരത്ത് നിന്നാണെന്നും 4 മിനിറ്റ് കൊണ്ട് ഇവിടേക്ക് എത്തിപ്പെടാൻ കഴിയില്ല എന്നും ദുരൂഹതയുണ്ടെന്നും ബന്ധുക്കൾ. വേറെ വല്ലാതെ പെട്ടെന്ന് എവിടേക്കും പോകാനുള്ളൊരു ചാൻസ് ഇല്ല. അപ്പൊ നമ്മുടെ ഒരു ബലമായ സംശയം എന്ന് പറയുന്നത് ചിലപ്പോൾ അവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും ഇല്ലെന്നുള്ള. അപ്പൊ അവരടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരിപ്പോ ഫസ്റ്റ് വന്നിട്ട് അതന്നെ ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ടിക്കറ്റ് കൗണ്ടറിലെ ആളുകളെ ചോദ്യം ചെയ്യണമെന്നും മൊബൈൽ ഫോൺ പരിശോധിക്കണമെന്നുമാണ് ശ്രീനന്ദയുടെ ബന്ധുക്കളുടെ ആവശ്യം. ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ആ കൗണ്ടറിന്റെ അവിടെ വെച്ചിട്ടാണ് മിസ്സായിട്ടുള്ളത്. അധികം നല്ല തിക്കി തിരക്കൊന്നുമില്ല. ഞാൻ തന്നെ ഇവിടെ ഈ ഭാഗത്തു നിന്നാണ് മിസ്സാവാൻ സാധ്യത. ബന്ധുക്കളുടെ ആവശ്യം പരിഗണിച്ച് ശ്രീനന്ദയുടെ മരണത്തിൽ അന്വേഷണം നടത്താനും കേസ് അട്ടിമറിക്കപ്പെടാതിരിക്കാനും ഇടപെടൽ നടത്തുമെന്ന് ഒറ്റപ്പാലം MLA കെ പ്രേംകുമാർ. വസ്തുതകൾ എന്താണെന്നുള്ളത് പുറത്തു വരട്ടെ, എങ്ങനെയാണ് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ജില്ലാ ഭരണകൂടം എന്നുള്ള നിലയിലും സ്റ്റേറ്റ് എന്നുള്ള നിലയിലുമൊക്കെ ഈ കാര്യത്തിൽ എത്രത്തോളം ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ സംബന്ധിച്ച് അന്വേഷിക്കുക, ഇടപെടുകയും ചെയ്യുകയും ചെയ്യാം. ഫോറൻസിക് വിഭാഗത്തിന്റെ പരിശോധനയും പോസ്റ്റ്മോർട്ടവും പൂർത്തിയായതിനു ശേഷമേ കുട്ടിയുടെ മരണത്തിൽ വ്യക്തത വരൂ എന്നാണ് പോലീസ് സംഘം പറയുന്നത്. റിപ്പോർട്ടർ, പാലക്കാട്.